എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴയുടെ പുന്നമടക്കായൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സാക്ഷ്യം വഹിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ യശസ്സുയർത്തുന്ന ഐതിഹാസികമായ വള്ളംകളി മലയാളക്കരയുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു. ആലപ്പുഴയുടെ കായലോളങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ അലയടിക്കുന്നു. എങ്ങും ആർപ്പുവിളികൾ. നെഹ്റു ട്രോഫി വള്ളംകളിയെ അത്രമേൽ നെഞ്ചിലേറ്റിയവരാണ് ആലപ്പുഴക്കാർ. ഇന്ന് നമ്മൾ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് മാതള നാരങ്ങയും ആപ്പിളും കുറച്ച് എള്ളുണ്ടയുമൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി കാണുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു കടയിൽ കയറി ഒരു ഫ്രഷ് ലൈം കുടിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫ്രഷ് ലൈം വന്നു. അങ്ങനെ നമ്മൾ ഫ്രഷ് ലൈമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അടുത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് വള്ളംകളി പ്രേമികളെയൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇവിടെ ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻറ്റിലേക്കുള്ള എൻട്രൻസ് ആണ്. ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇതുവഴി എൻട്രി അനുവദനീയമായിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഭാഗത്ത് ഇടം പിടിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിരുന്നു. ഇതുവഴി ഒരുപാട് ചെറുതും വലുതുമായ വള്ളങ്ങളൊക്കെ തുഴഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആളുകളൊക്കെ ഇവിടെ മത്സരം കാണാനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളംകളി കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്ന് ഒരിടം പിടിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഉച്ചയ്ക്ക് 2:30ക്കാണ് വള്ളംകളി മത്സരങ്ങൾ ആരംഭിക്കുന്നതെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടത്. അപ്പോൾ ഇതുവഴി ഒട്ടനവധി ചെറുതും വലുതുമായ വള്ളങ്ങളൊക്കെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാമായിരുന്നു. വള്ളത്തിലിരിക്കുന്ന എല്ലാവരും ഒരുപോലെ തുഴവെച്ച് തുഴഞ്ഞു പോകുന്നത്, ആ കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ചെറുതും വലുതുമായ എത്ര വള്ളങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയും ഓണത്തോടനുബന്ധിച്ച് വിവിധ കായലുകളിൽ നടത്തുന്ന വള്ളംകളികളുമൊക്കെ കാണണം. ഇത്തവണ ആലപ്പുഴയിലെ വള്ളംകളി കാണാനായിട്ട് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏകദേശം വള്ളംകളി തുടങ്ങാനുള്ള സമയമായി വരുന്നു. അപ്പോൾ കായലിലേക്ക് ഒരുപാട് ചെറുതും വലുതുമായ വള്ളങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ചുണ്ടൻ വള്ളങ്ങളും ഇരുട്ടുകുത്തി വള്ളങ്ങളും ഒക്കെ തന്നെ കാണാവുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങളും നെഹ്റു പവലിയോണിന് മുന്നിൽ നിന്ന് മാസ്റ്ററിൽ നടത്തിയതിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനക്കരുത്തിൻ്റെയും കൈക്കരുത്തിൻ്റെയും വർണ്ണമനോഹരമായ ജലോത്സവത്തിന് തുടക്കം കുറിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. അങ്ങനെ വരിവരിയായി വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് പോകുന്നു. വീയപുരം ചുണ്ടനിൽ BBC കൈനകരിയും, നടുഭാഗം ചുണ്ടനിൽ കുമരകം ബോട്ട് ക്ലബ്ബും, കാരിച്ചാൽ ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും, നിരണം ചുണ്ടനിൽ നിരണം ബോട്ട് ക്ലബ്ബും, അങ്ങനെ തെളിനീറ്റിൽ രാജാക്കന്മാരായി വിലസുന്ന ചുണ്ടൻ വള്ളങ്ങളും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വനിതാ വിഭാഗത്തിൽ നിന്ന് മത്സരിക്കുന്ന വള്ളങ്ങളും ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാം.
ഇവിടുത്തെ മറ്റ് വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെല്ലാം ഇതുവഴി കടന്നുപോയി. അതിനുശേഷം ഔദ്യോഗികമായി വള്ളംകളി മത്സരം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള വെള്ള പതാകയും ഏന്തിയുള്ള സ്പീഡ് ബോട്ടുകൾ അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നതായി നമുക്ക് കാണാം. ഈ വെള്ള പതാകയുമായി ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പച്ച നിറത്തിലുള്ള പതാകയുമേന്തി സ്പീഡ് ബോട്ടുകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുന്ന മനോഹരമായ ആവേശോജ്വലമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഇനി ഓരോ ഹീറ്റ്സുകളായിട്ടായിരിക്കും മത്സരം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ അടിസ്ഥാന യോഗ്യതയ്ക്കായിട്ടുള്ള മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ആവേശത്തോടെയാണ് കാണികൾ ഈ മത്സരങ്ങളെ കാണുന്നത്. മാസ്മരികമായ പ്രകടനങ്ങളാണ് ഓരോ വള്ളങ്ങളും ഇവിടെ കാഴ്ചവെക്കുന്നത്. ആവേശോജ്വലമായ വള്ളംകളി മത്സരം നമുക്ക് കാണാം. ചുണ്ടൻ വള്ളങ്ങളുടെ അവസാനഘട്ട മത്സരമാണ് ഇനി നടക്കുന്നത്. പ്രബലരായ 4 ജലരാജാക്കന്മാരാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ഒന്ന്, നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും അധികം ട്രോഫികൾ കരസ്ഥമാക്കിയ കാരിച്ചാൽ ചുണ്ടനാണ്. ഇത്തവണ കാരിച്ചാൽ ചുണ്ടനെ നയിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. രണ്ടാമത്തെ മത്സരാർത്ഥി 1986-ലും 87-ലും നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ വള്ളം നയിച്ചിരുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ്. 1988-ൽ വള്ളംകളിയിൽ നിന്ന് വിട്ടുനിന്ന ടീം 2022-ൽ തിരിച്ചെത്തി. അവരുടെ മിന്നൽ പ്രകടനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2004, 2005, 2006, 2007 വർഷങ്ങളിൽ തുടർച്ചയായ 4 വിജയങ്ങൾ ഉറപ്പിച്ച കരുത്തരായ കുമരകം ബോട്ട് ക്ലബ്ബാണ് മൂന്നാമതായുള്ളത്. നാലാമതായി നിരണം കരയിട്ട പൈതൃക സ്വത്തായ നിരണം ചുണ്ടനെ നയിച്ചുകൊണ്ട് നിരണം ബോട്ട് ക്ലബ്ബുണ്ട്. അങ്ങനെ ജലരാജാക്കന്മാരെല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനവും കുമരകം ടൗൺ ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ മൂന്നാം സ്ഥാനവും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ നാലാം സ്ഥാനവും കരസ്ഥമാക്കി. ആവേശോജ്വലമായ വിസ്മയകരമായൊരു പ്രകടനം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചത്. പുന്നമടക്കായൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നത്. അങ്ങനെ നമ്മൾ വള്ളംകളിയുടെ ഫലപ്രഖ്യാപനമൊക്കെ കേട്ട് തിരികെ മടങ്ങുകയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തെ ഹൃദയത്തോട് ചേർത്ത് മനോഹരമായ വള്ളങ്ങളും തുഴച്ചിൽക്കാരുടെ അധ്വാനവും ആലപ്പുഴയുടെ കായൽപ്പരപ്പും കണ്ട് തിരികെ വീട്ടിലേക്ക്. യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.